ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് വാർത്താമഴ ആദ്യം കടക്കുന്നത്. ലെബനനിൽ ഇന്നും സ്ഫോടനം. തലസ്ഥാനമായ ബെയ്റൂത്തിന് സമീപം ഒന്നിലധികം സ്ഫോടനങ്ങൾ ഉണ്ടായി. ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് 9 പേരാണ് മരിച്ചത്. ഇന്നലെ പേജറുകൾ പൊട്ടിത്തെറിച്ച് മരിച്ചവരുടെ സംസ്കാര ചടങ്ങിനിടയിലും സ്ഫോടനങ്ങൾ ഉണ്ടായി. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. രാംകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. രാം, ഇന്നലെ പേജറുകൾ, ഇന്ന് വോക്കി ടോക്കികൾ, എന്താണ് ബെയ്റൂത്തിൽ സംഭവിക്കുന്നത്? ഒരു വിശദീകരണം നൽകാൻ ഈ തുടർച്ചയായി ആരോപണങ്ങൾ മൊസാദിന് മേൽ ഉണ്ടാകുമ്പോഴും അവർ ഒരു മറുപടി പറയാൻ, ഒരു വിശദീകരണം നൽകാൻ തയ്യാറാകുന്നില്ല. എന്നാൽ ഇത് നിഷേധിക്കുന്നുമില്ല. ഈ വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചുള്ള അപകടത്തിൽ മരണസംഖ്യ കൂടുന്നു എന്നാണല്ലോ പുതിയ റിപ്പോർട്ടുകൾ. വിജയകുമാർ, ഇന്നലെ പേജറുകൾ പൊട്ടിത്തെറിച്ചുണ്ടായ ഒരു സംഭവത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് ഹിസ്ബുള്ള ഒരു പ്രതിസന്ധി നേരിടുന്നത്. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ഇത്തരത്തിൽ വോക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നത് ലെബനനിൽ പല സ്ഥലങ്ങളിലായി റിപ്പോർട്ട് ചെയ്തത്. തലസ്ഥാനമായ ബെയ്റൂത്തിന് സമീപം ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ മരണസംഖ്യ 9ആയി. അതുമാത്രമല്ല 300ഓളം പേർക്ക് പരുക്കേറ്റതായാണ് ലെബനന്റെ ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്നലെ പേജറുകളായിരുന്നെങ്കിൽ ഇന്ന് വോക്കി ടോക്കികളാണ് പൊട്ടിത്തെറിക്കുന്നത്. വോക്കി ടോക്കികൾ മാത്രമല്ല, ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു വ്യാപകമായ ഒരു ഇലക്ട്രോണിക് ആക്രമണം എന്ന രീതിയിലേക്ക് മാറുന്നു എന്നതാണ്. കാരണം പല വീടുകളിലും സോളാർ പാനലുകൾ പൊട്ടിത്തെറിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഒരു മൊബൈൽ ഫോൺ കടയ്ക്ക് ഇതുപോലെ സ്ഫോടനമുണ്ടായതായും റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഒരു വ്യാപകമായ ഒരു ഇലക്ട്രോണിക് ആക്രമണം എന്ന തരത്തിലേക്കാണ് ഹിസ്ബുള്ള ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇന്ന് പൊട്ടിത്തെറിച്ച വോക്കി ടോക്കികളും കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ച പേജറുകളും ഏതാണ്ട് ഒരേ സമയത്ത് ഹിസ്ബുള്ള അവരുടെ ആശയവിനിമയ ആവശ്യങ്ങൾക്കായി വാങ്ങിയതാണ് എന്ന റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ആരോപണത്തിൻ്റെ വിരൽ നീളുക ഇസ്രയേലിലേക്ക് തന്നെയായിരിക്കും. ഇസ്രയേൽ ഈ നിമിഷം വരെ ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയം ഹിസ്ബുള്ള അതിരൂക്ഷമായ വിമർശനവുമായി വീണ്ടും ഇസ്രയേലിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ വോക്കി ടോക്കി പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായതിനു പിന്നാലെ ഹിസ്ബുള്ളയുടെ വക്താവ് ഒരു പ്രസ്താവന പുറത്തുവിടുകയുണ്ടായി. അതിൽ ഇസ്രയേലിന് ശക്തമായ തിരിച്ചടി നൽകും എന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രമല്ല, നാളെ ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവായ ഹസൻ നസറുള്ള നാളെ ഇത് എങ്ങനെയായിരിക്കും ഇവർ ഇതിനോട് പ്രതികരിക്കുക, ഇസ്രയേലിന് മേലുള്ള തുടർ നടപടി എന്തായിരിക്കും എന്നുള്ളത് ഹസൻ നസറുള്ള തന്നെ നാളെ നേരിട്ട് വിവരിക്കും എന്ന ഒരു കാര്യം കൂടിയാണ് ഹിസ്ബുള്ള ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. നേരത്തെ ഇന്നലെ 12 പേരാണ് പേജറുകൾ പൊട്ടിത്തെറിച്ച് മരിച്ചത്. ഇതിനു പിന്നിൽ ഇസ്രയേൽ ആണെന്ന ആരോപണം ബലപ്പെടുത്തുന്ന കൂടുതൽ റിപ്പോർട്ടുകൾ ഇന്ന് പുറത്തു വരികയുണ്ടായി. തായ്വാനിലെ ഒരു കമ്പനി നിർമ്മിച്ച പേജറുകളാണ് ഹിസ്ബുള്ള ഒരു 5 മാസം മുമ്പ് ഇറക്കുമതി ചെയ്തത് എന്നാണ് വിവരം. ഈ വിതരണ ശൃംഖലയെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്രയേൽ ഈ പേജറുകൾ കൈക്കലാക്കുകയും അതിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിക്കുകയും ഒരു റിമോട്ട് സംവിധാനം ഉപയോഗിച്ച് ഇത് പൊട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. അതുമാത്രമല്ല, ഇത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഹിസ്ബുള്ളയുമായി ഒരു നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് കടക്കുന്ന സമയത്ത് അത് ആദ്യത്തെ യുദ്ധമുറ എന്ന തലത്തിൽ പ്രയോഗിക്കുന്നതിന് ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ഇത്തരത്തിൽ പേജറുകൾ ഒരു സ്ഫോടക വസ്തുവാക്കി മാറ്റിയത് എന്ന് പറയുന്നു. എന്നാൽ ഈ പേജറുകളിൽ ഹിസ്ബുള്ളയിലെ ചില അംഗങ്ങൾക്ക് സംശയം തോന്നുകയും ഈ പദ്ധതി പുറത്താകും എന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഇസ്രയേൽ അത് പെട്ടെന്നെടുത്ത ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് അത് പൊട്ടിത്തെറിപ്പിക്കുകയായിരുന്നു എന്ന തരത്തിലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ഇസ്രയേൽ ഇതിനോടൊന്നും തന്നെ
ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. മാത്രമല്ല ഈ പേജറുകൾ കൊടുത്തു എന്ന് പറയുന്ന തായ്വാൻ കമ്പനി ഈ ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ യൂറോപ്പിലാണ് ഈ പേജറുകൾ നിർമ്മിച്ചത് എന്നാണ്. പക്ഷേ ഹംഗറി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലാണ് ഈ പേജറുകൾ നിർമ്മിച്ചത് എന്ന തരത്തിലും വാർത്തകൾ വന്നു. എന്നാൽ ഹംഗറിയും ഈ വാർത്ത അംഗീകരിച്ചിട്ടില്ല. അവർക്ക് ഈ പേജറുകൾ നിർമ്മിച്ച കമ്പനിക്ക് അവിടെ ഒരു നിർമ്മാണ ഫാക്ടറി ഇല്ല എന്ന് ഹംഗറിയും ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംശയങ്ങളും അഭ്യൂഹങ്ങളും എല്ലാം നിലനിൽക്കുന്നതിനിടെയാണ് ഇപ്പോൾ വോക്കി ടോക്കികൾ ഇങ്ങനെ പലയിടത്തായി പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയത്. ഈ ബെയ്റൂത്തിന് സമീപത്തുള്ള ഡാഹിയ, അതുപോലെ തന്നെ ടയർ, നബാട്ടിയ തുടങ്ങിയ സ്ഥലങ്ങൾ ഇതെല്ലാം തന്നെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. ഇന്ന് വോക്കി ടോക്കി പൊട്ടിത്തെറിച്ചത് ഇന്നലെ പേജർ പൊട്ടിത്തെറിച്ച് മരിച്ച ഒരാളുടെ സംസ്കാര ചടങ്ങ് നടക്കുന്നതിനിടെയാണ് വോക്കി ടോക്കികളിൽ ഒന്ന് പൊട്ടിത്തെറിച്ചത്. അതുപോലെ തന്നെ കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഒരാളുടെ വോക്കി ടോക്കി പൊട്ടിത്തെറിച്ചു. ആ കാർ പൂർണ്ണമായും കത്തി നശിക്കുന്നതിന്റെ വീഡിയോ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇതുമാത്രമല്ല ഒരു ടൈം ലാപ്സ് വീഡിയോയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിൽ ബെയ്റൂത്തിന്റെ ആകാശ ദൃശ്യങ്ങളാണുള്ളത്. ഇതിൽ പലയിടത്തും ഒരേ സമയം സ്ഫോടനം നടക്കുന്നതും പുകച്ചുരുളുകൾ ഉയരുന്നതും എല്ലാം ആ ദൃശ്യങ്ങളിലുണ്ട്. അങ്ങനെയെങ്കിൽ അതീവ ദുഷ്കരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഹിസ്ബുള്ളയും ലബനനും കടന്നു പോകുന്നത്. വിജയകുമാർ, ഉറപ്പായും ലബനനും ഹിസ്ബുള്ളയും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് ഹിസ്ബുള്ള കഴിഞ്ഞ 5 മാസത്തിനിടെ അവർ ആശയവിനിമയത്തിനായി വാങ്ങിയ പേജറുകളും ഏതാണ്ട് അതേ സമയത്ത് വാങ്ങിയ ഈ വോക്കി ടോക്കികളുമാണ് ഒരേ സമയം പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ ഇന്നലെ 12 പേരാണ് മരിച്ചത്. ഇപ്പോൾ ഇന്ന് 9 പേര് മരിച്ചിരിക്കുന്നു. 300 പേർക്ക് ഇന്ന് പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ ഏതാണ്ട് 1000-ലധികം ആളുകൾക്ക് പരിക്കേറ്റു എന്ന വിവരമാണുള്ളത്. ആരോപണങ്ങൾ ആകെ വരുമ്പോഴും ഇസ്രായേൽ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നതുകൂടിയും ശ്രദ്ധേയമാണ്. നാളെ ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവ് ഇക്കാര്യത്തിൽ എന്താണ് അവരുടെ അടുത്ത നടപടി എന്നത് അനുയായികൾക്ക് മുന്നിൽ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ഒരു വ്യാപകമായി ആക്രമണങ്ങൾ വിവിധ മുഖങ്ങളിൽ ഇപ്പോൾ ഇസ്രായേൽ ആരും അതിർത്തി കടക്കാതെ ഒരു പട്ടാളക്കാരനും അതിർത്തി കടക്കാതെ ഒരു വെടിയുണ്ട പോലും പുറത്തു പോകാതെ ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നു എന്ന വിമർശനം അവർക്കെതിരെ ഉയരുന്നുണ്ട്. മറുപടി ഏതായാലും മൊസാദിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടുമില്ല. ഓരോ ദിവസവും ഓരോ മണിക്കൂറും കഴിയുമ്പോഴേക്കും ലബനനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ക്യാമ്പുകളിൽ നിന്നൊക്കെ വരുന്നത് ഈ നിലയിലുള്ള റിപ്പോർട്ടുകളാണ്. രാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മലപ്പുറത്ത് എംപോക്സ് സ്ഥിരീകരിച്ചു. UAE-ൽ നിന്ന് കേരളത്തിലെത്തിയ ഇടവണ്ണ സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. എല്ലാ ജില്ലകളിലും ചികിത്സയ്ക്ക് പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത 2ാമത്തെ എംപോക്സ് കേസാണിത്. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ഒരാഴ്ച മുൻപാണ് UAE-ൽ നിന്ന് 38-കാരൻ എടവണ്ണ പടിഞ്ഞാറെ ചാത്തല്ലൂർ വീട്ടിലേക്ക് എത്തിയത്. ചെറിയ പനിയുണ്ടായിരുന്നു. തുടർന്ന് ചിക്കൻ പോക്സിന് സമാനമായ തടിപ്പും കുമിളകളും ശരീരത്തിൽ കാണപ്പെട്ടു. ഈ ലക്ഷണങ്ങളോടെയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയത്. എംപോക്സ് ആണെന്ന സംശയത്തെ തുടർന്ന് രോഗിയെ ഐസൊലേഷനിൽ പ്രവേശിപ്പിക്കുകയും സ്രവം പരിശോധനയ്ക്കയക്കുകയും ചെയ്തു. ഇതിലാണ് എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പകർച്ചാ സാധ്യത കൂടുതലായതുകൊണ്ട് ജാഗ്രത വേണമെന്നും രോഗിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി കഴിഞ്ഞതായും ആരോഗ്യമന്ത്രി വീണ ജോർജ് 24-നോട് പറഞ്ഞു. എല്ലാ ജില്ലകളിലും എംപോക്സ് രോഗലക്ഷണങ്ങളുമായി സംസ്ഥാനത്ത് എത്തുന്നവർ അല്ലെങ്കിൽ ഇവിടെയുള്ളവർക്ക് ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിനും അവർ ഐസൊലേഷനിൽ താമസിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സകൾ നൽകുന്നുണ്ട്. സംസ്ഥാനത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും നിരീക്ഷണം ഇതിനോടകം ശക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് നേരിട്ട് പകരുന്ന രോഗമാണിത്. രോഗി കൂടുതൽ ആളുകളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. റൂട്ട് മാപ്പ് തയ്യാറാക്കും. എല്ലാ ജില്ലകളിലും ചികിത്സയും ഐസൊലേഷൻ സൗകര്യവും ആരോഗ്യവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. 24 മലപ്പുറം. അതിനിടെ നിപ്പയിൽ ഇന്നും ആശ്വാസമുണ്ട്. രോഗലക്ഷണങ്ങൾ കാണിച്ച 10 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി. മരിച്ച യുവാവിന്റെ മാതാവ്, ചികിത്സിച്ച ഡോക്ടർ, അടുത്ത ബന്ധുക്കൾ എന്നിവരുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവായത്. 11 പേരെ കൂടി ഇന്ന് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി. 266 പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത്. രോഗലക്ഷണങ്ങളുമായി 2 പേരെ കൂടി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 6 പേരാണ് ഇവിടെ ചികിത്സയിലുള്ളത്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നടത്തിവന്ന ഫീവർ സർവേ അവസാനിച്ചു. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ചില പ്രധാനപ്പെട്ട ദേശീയ റിപ്പോർട്ടുകളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് അംഗീകരിച്ച കേന്ദ്ര മന്ത്രിസഭാ യോഗം. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിനാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിച്ചേക്കും. നിർണായക ചുവടുവയ്പ്പെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ഒറ്റ തെരഞ്ഞെടുപ്പ് അപ്രായോഗികമാണെന്നും പാർലമെന്റിൽ എതിർക്കുമെന്നും കോൺഗ്രസ് പ്രതികരിച്ചു.
ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിനെ അനുകൂലിച്ചുള്ള റിപ്പോർട്ടാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി ഇക്കഴിഞ്ഞ മാർച്ചിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സമർപ്പിച്ചത്. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നത് BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനവുമാണ്. തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുന്നത് ചെലവ് ചുരുക്കാൻ സഹായിക്കുമെന്നും രാജ്യത്ത് വികസനം കൊണ്ടുവരുമെന്നുമാണ് വാദം. 32 രാഷ്ട്രീയ പാർട്ടികൾ പുതിയ തെരഞ്ഞെടുപ്പ് രീതിയെ അനുകൂലിച്ചു. 15 രാഷ്ട്രീയ പാർട്ടികൾ എതിർത്തെന്നും കേന്ദ്രം. One nation, one election was a thought which was announced well before the general elections of 2024. There is a clear thought process that for country's growth, whatever needs to be done will be done, and this is one of those major decisions where, as I said, Sarva Sammiti. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് 2 ഘട്ടമായിട്ടാകും നടപ്പിലാക്കുക. ഒന്നാം ഘട്ടത്തിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, രണ്ടാം ഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തെ കൂടുതൽ ഊർജ്ജസ്വലവും പങ്കാളിത്തമുള്ളതുമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. അതേസമയം ബിൽ കൊണ്ടുവന്നാൽ പാർലമെന്റിൽ ശക്തമായി എതിർക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. നിലവിലെ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കമെന്നും വിമർശനം. ഇത് ബഹുജന ശ്രദ്ധ ജനകീയ വിഷയങ്ങൾ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ്. അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. പാർലമെന്റിൽ എതിർക്കും, തീർച്ചയായിട്ടും എതിർക്കും. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിനുള്ള ബിൽ പാർലമെന്റിലെ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. 24 ഡൽഹി. ഒരു പതിറ്റാണ്ടിന് ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവേശത്തോടെ പ്രതികരിച്ച് ജമ്മുകാശ്മീർ ജനത. ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ ജമ്മുകാശ്മീരിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. വൈകിട്ട് 5 മണിവരെ 58.19% പോളിംഗ് രേഖപ്പെടുത്തി. സമാധാനപരമായിരുന്നു ആദ്യഘട്ട വോട്ടെടുപ്പ്. 10 വർഷത്തിനു ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു കശ്മീരിലെ ജനങ്ങൾ ആവേശത്തോടെ പോളിംഗ് ബൂത്തുകളിലെത്തി. മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടായത്. അനുച്ഛേദം 370 റദ്ദാക്കിയ ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയായിരുന്നു വോട്ടെടുപ്പ്. സുരക്ഷാ ഭീഷണിയുള്ള ദോഡയിലും ചിനാബ് താഴ്വരയിലെ കിഷ്ത്വറിലെ മണ്ഡലങ്ങളിലുമാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം. ഇന്ന് വോട്ടെടുപ്പ് നടന്ന 24 സീറ്റുകളിൽ 8 എണ്ണം ജമ്മു മേഖലയിലെ 3 ജില്ലകളിലും 16 എണ്ണം കശ്മീർ താഴ്വരയിലെ 4 ജില്ലകളിലുമാണ്. മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തി, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസുഫ് തരിഗാമി, AICC ജനറൽ സെക്രട്ടറി ഗുലാം അഹമ്മദ് മിർ, നാഷണൽ കോൺഫറൻസിന്റെ സക്കീന ഇറ്റു, PDPയുടെ സർതാജ് മദ്നി, അബ്ദുൾ റഹ്മാൻ വീരി തുടങ്ങിയവരാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടിയ പ്രമുഖർ. 24 ഡൽഹി. തൃശൂരിനെ ആവേശ കൊടുമുടി കയറ്റി പുലിക്കൂട്ടം. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച പുലിക്കളിയിൽ 7 ദേശങ്ങളിൽ നിന്നായി 357 പുലികളാണ് ചുവടുവെച്ചത്. കെട്ടിലും മട്ടിലുമെല്ലാം പുതുമകളുമായാണ് ഇത്തവണ പുലികൾ എത്തിയത്. പുലിത്താളം മുറുകി ഉറച്ച ചുവടുകളിൽ അരമണി കിലുങ്ങി. സ്വരാജ് റൗണ്ടിൽ പുലിക്കളി ആവേശത്തിര തീർത്തു. നായ്ക്കനാലിലൂടെ ആദ്യമെത്തിയത് പാട്ടുരായ്ക്കൽ, പിന്നാലെ നടുവില്ലാലിലേക്ക്. സീതാറാം ദേശവും എത്തിയതോടെ കാത്തിരിപ്പിന് വിരാമം. ഏഴ് ദേശങ്ങളിൽ നിന്നായി 357 പുലികൾ. നടുവിനാലിലെ ഗണപതിക്ക് മുൻപിൽ നാളികേരമുടച്ച് തൊഴുതു വണങ്ങി. രാംകുട്ടിയാശാൻ ചിട്ടപ്പെടുത്തിയ താളത്തിനൊത്ത് ചുവടുവെച്ചു. അഞ്ച് പെൺപുലികളും 4 വയസ്സുകാരനടക്കം നിരവധി കുട്ടിപ്പുലികളും ഇത്തവണ മടകളിൽ നിന്നിറങ്ങി. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ആനുകാലിക സംഭവങ്ങൾ ആസ്പദമാക്കിയ നിശ്ചല ദൃശ്യങ്ങളും കാഴ്ചക്കാർക്ക് കൗതുകമായി. തൃശൂർ. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ കിരീടം ചൂടി കോയിപ്പുറം കോറ്റാത്തൂർ പള്ളിയോടങ്ങൾ. 2 ബാച്ചുകളിലായി നടന്ന മത്സരങ്ങളിൽ 50 കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങളാണ് മാറ്റുരച്ചത്.
ഉച്ചയോടെ തിരുവാറന്മുളയപ്പന്റെ സന്നിധിയിലേക്ക് 52 പള്ളിയോടങ്ങൾ പമ്പയാറിലൂടെ തുഴഞ്ഞെത്തി. അമരച്ചാർത്തണിഞ്ഞ് വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ തുഴഞ്ഞു നീങ്ങിയ പള്ളിയോടങ്ങൾ കാഴ്ചാവിരുന്നായി. രണ്ടര മണിയോടെ എ ബി ബാച്ചിന്റെ ഹീറ്റ്സ് മത്സരങ്ങൾ. നെഹ്റു ട്രോഫിക്ക് സമാനമായി സമയക്രമമനുസരിച്ചാണ് ഇത്തവണ ഫൈനലിസ്റ്റുകളെ തെരഞ്ഞെടുത്തത്. 50 വള്ളങ്ങൾ പോരടിച്ചപ്പോൾ 8 ടീമുകൾ ഫൈനലിലെത്തി. കടുത്ത ചൂടിനെയും വെല്ലുന്ന മത്സര ചൂടായിരുന്നു ആറന്മുളയിൽ ഇന്ന് നമ്മൾ കണ്ടത്. ഹീറ്റ്സ് മത്സരവും കഴിഞ്ഞ് ഫൈനലിലേക്ക് എത്തിയപ്പോൾ പമ്പയുടെ നെട്ടായം മുഴുവൻ ജനസാഗരം കൈയടക്കി. ഇടക്കുളം, കൊറ്റാത്തൂർ, കോടിയാട്ടുകര, തോട്ടപ്പുഴശ്ശേരി എന്നിവരേറ്റുമുട്ടിയ ബി ബാച്ച് ഫൈനലിൽ മത്സരം ഇഞ്ചോടിഞ്ച്. ഒടുവിൽ ഫോട്ടോ ഫിനിഷിൽ കൊറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടത്തിന് വിജയം. എ ബാച്ച് ഫൈനൽ മത്സരം തുടങ്ങിയപ്പോഴേക്കും സന്ധ്യ മയങ്ങി. ഇരുട്ടുവീണിട്ടും മത്സരച്ചൂടിൽ കാണികൾ ആർത്തിരമ്പി. ആവേശപ്പോരിൽ കോയിപ്രം പള്ളിയോടത്തിന് കിരീടം. പുതുക്കിയ സമയക്രമത്തെ ചൊല്ലി ചില വാക്കുതർക്കങ്ങളുണ്ടായെങ്കിലും മൊത്തത്തിൽ സമാധാനപരമായിരുന്നു ഉത്രട്ടാതി വള്ളംകളി. ആവേശോജ്വലമായ മത്സരം, വേനൽ ചൂടിനെ വെല്ലുന്ന മത്സരച്ചൂട്. എന്തായാലും ഏറ്റവും ഒടുവിൽ വിജയികളെ തീരുമാനിച്ചു കോയിപ്രം. എന്തായാലും ഇനി അടുത്ത തവണ കാണാം. ശ്രീജിത് ശ്രീകുമാരൻ, ടീം 24, പത്തനംതിട്ട. വാർത്താമഴ അവസാനിക്കുന്നു. ഇനി പോലീസ് ഡയറി. നമസ്കാരം.